നമസ്കാരം. തോറ്റു, ഇനി പെണ്ണിനെ തൊട്ട് കളിക്കില്ല. നിയമസഭയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നു കോൺഗ്രസ്. കേരളത്തിന്റെ ഇനിയുള്ള ഭാവി നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ത്രിതല പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷനുകളെല്ലാം ജനവിധി നടപ്പിലാക്കി കഴിയുകയും ആ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ UDF-ന് വൻ മുന്നേറ്റം നടത്താനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം നില മെച്ചപ്പെടുത്തി NDA തൊട്ടു പിന്നിലും. പക്ഷേ തകർന്നു തരിപ്പണമായി പോയത് LDF ആണ്. ജനവിരുദ്ധ വികാരം വളരെ കൃത്യമായി പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നിയമസഭയ്ക്ക് തൊട്ടു മുമ്പിലുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതിൽ വളരെ കൃത്യമായി തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ LDF. കോർപ്പറേഷനുകളടക്കം, ജില്ലാ പഞ്ചായത്തുകളടക്കം, ഗ്രാമപഞ്ചായത്തുകളടക്കം, ബ്ലോക്ക് പഞ്ചായത്തുകളടക്കം വലിയ മുന്നേറ്റം UDF-ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ അവരുടെ പ്രചരണങ്ങൾ, അവരുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഒക്കെ ഈ വിധിയെഴുത്തിൽ സഹായകമായി വേണമെങ്കിൽ UDF-ന് എന്ന് വാദിക്കാം. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നൊക്കെ വളരെ കൃത്യമായി അവരുടെ പ്രചരണ പരിപാടികളിൽ മാത്രം മേൽനോട്ടം വഹിക്കുകയും അതിൽ മാത്രം ലക്ഷ്യം വെച്ചും കൊണ്ടും മുന്നോട്ട് പോയതാണ് ഈ വിജയസാധ്യത അവർക്ക് അനുഗ്രഹിച്ചു കിട്ടിയത്. മറ്റൊന്ന് NDA ആണ്. ഇവിടെ അനന്തപുരിയിൽ ഒരു താമരക്കാലം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു BJP എന്നുള്ളതാണ്. BJPക്ക് ഭരിക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു നഗരസഭ ലഭിക്കുകയാണ്. 50 സീറ്റുകളിലാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ അവിടുത്തെ മേയർ എന്ന് പറയപ്പെടുന്നത് അനന്തപുരിക്ക് പുതിയ മേയർ എത്തുന്നത് BJPയുടെ മേയറായിരിക്കും. അങ്ങനെയുള്ള വലിയ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അനന്തപുരിക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് സ്വന്തം മേയർ എന്ന് പറയപ്പെടുന്നത് BJPയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. കാലാകാലങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഇങ്ങനെ ഭരിച്ചു തുടങ്ങിയ LDF കാലാകാലങ്ങളായി ചിലപ്പോൾ കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിരുന്നു. പക്ഷെ കുറച്ചു കാലങ്ങളായി തുടർച്ചയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF തന്നെയാണ്. ആ ഭരണത്തിൽ നിന്ന് കഴിഞ്ഞ മേയറുടെ ചെയ്തികൾ, കൂടാതെ ഈ ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടി ചേർന്ന് അനന്തപുരിയെ തിരിച്ചു പിടിക്കുകയായിരുന്നു ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് NDA ചെയ്തിരിക്കുന്നത്, BJP ചെയ്തിരിക്കുന്നത്. BJPയുടെ ആ താമരക്കാലമാണ് ഈ നമ്മുടെ അനന്തപുരിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ UDF-ഉം ഒപ്പം തന്നെ BJPയും അവരുടെ നില മെച്ചപ്പെടുത്തുകയും ഒരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്ത പ്രതീതിയാണ് ഈ ത്രിതല പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷനുകളിലേക്ക് നടക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു പൈലറ്റാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പരമാവധി വിയർപ്പൊഴുക്കുവാൻ മുന്നണികൾ കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടതുമാണ്. ആധികാരികമായി പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ അധ്വാനിച്ചത് UDF ആയിരുന്നു എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതവർക്ക് അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കോടിയേരിയുടെ ഒരു അഭാവം LDF-ന് മറ്റൊരു കപ്പിത്താനം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. NDA സംബന്ധിച്ചിടത്തോളം പുതിയ പ്രസിഡന്റിനെ ആരൊക്കെയോ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ട് എങ്കിൽ കൂടിയും തിരുവനന്തപുരത്തെ തിരിച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു നേട്ടം തന്നെയാണ്. തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നതിലും നേതാക്കന്മാർക്ക് അവരവരുടെ മേച്ചിൽ മേഖലകൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്നതിലും ലേശം മുൻതൂക്കം അവർക്ക് ലഭിച്ചു എന്നുള്ളത് സത്യസന്ധമാണ്. അക്കാര്യത്തിൽ അവർക്ക് അഭിമാനിക്കുകയും ചെയ്യാം ഇതിനോട്. കൂടാതെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം അണികളിൽ ഉയർത്തിയ ആവേശം വീട്ടമ്മമാരിലും നാട്ടിലെ സാധാരണക്കാരിലും ഏറ്റിട്ടുണ്ട് എന്നാണ് ജനങ്ങളിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെണ്ണുവിഷയം മറികടക്കുവാൻ അയ്യപ്പൻ സഹായിച്ചു എന്ന് വേണം ഇതോടൊപ്പം കരുതുവാൻ. പെണ്ണുവിഷയം ആദ്യം വന്നപ്പോൾ UDF അണികളിൽ ലേശം മനപ്രയാസം ഉണ്ടാക്കിയിരുന്നു എങ്കിലും രണ്ടാമത് അത് ഇറക്കിയപ്പോൾ അണികൾ കൂടുതൽ വാശിയിലായി എന്നതാണ് നഗ്നസത്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കരിവാരി തേച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കാം എന്ന് കരുതിയെടുത്തു നിന്ന് അവർ ഈ അയ്യപ്പന്റെ പാട്ടുമായിട്ട് കുതിച്ചുയരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. LDF-നെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ 15 കൊല്ലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂരിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ പോലും മുൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയും വിമതന്മാർ മത്സരിച്ചു എന്നത് ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇക്കാലം അത്രയും വിമതന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന UDF പക്ഷേ ഇത്തവണ അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ വളരെ മനസമാധാനത്തോടെയും ലാഘവത്തോടെയുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നത് അവർക്ക് ഓർമ്മിക്കാൻ ഉതകുന്ന കാര്യങ്ങളുമാണ്. ഇനിയും ഭരണമില്ലെങ്കിൽ ട്രൗസർ കീറുമെന്ന തിരിച്ചറിവാവാം ഇതിന് കാരണമെന്ന് പറയട്ടെ.
NDA മത്സരിക്കുവാൻ സ്ഥാനാർത്ഥികളെ കിട്ടാതെ ഓടി നടന്ന് ചാക്കിട്ട് പിടുത്തവും ചെയ്യേണ്ടി വന്നതും ഇത്തവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ എന്നും ഒരു ഇടത് ചായ്വാണ് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. 1990 ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ ഇടത് കാറ്റ് തന്നെയാണ് ആഞ്ഞു വീശിയത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇടത് ബുദ്ധിജീവികൾ 4 കൊല്ലത്തിൽ ഭരണം പിരിച്ചുവിട്ട അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതും 8 നിലകളിൽ കരുണാകരൻ അവരെ പൊട്ടിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ചരിത്രപരമായ മണ്ടത്തരം എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ ആ സംഭവത്തിന്റെ വിഷമം തീർക്കുവാനാണ് അവർ ആ കരുണാകരന്റെ മേൽ ചാരക്കേസ് മുദ്രകുത്തി കണ്ണീരോടെ ഇറക്കി വിടുകയും ചെയ്തത് എന്നുള്ളത് ചരിത്രമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നതാണ്. കരുണാകരനെതിരെ തക്കം പാർത്തിരുന്ന മാനുവൽ സൺസ് ലോബി കോൺഗ്രസിലെ ഒരു പ്രത്യേക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഓപ്പറേഷന് പിന്തുണയും നൽകി. പിന്നീട് കുറെ കാലങ്ങളിൽ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്താതെ കരുണാകരൻ അത്തരത്തിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് 2010 ഒരൊറ്റ തവണ കേരളത്തിലെ 71% പഞ്ചായത്തുകളും 80% നഗരസഭകളും 2 കോർപ്പറേഷനുകളും പിടിച്ചടക്കിക്കൊണ്ട് UDF അന്ന് കളം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഏകദേശം 500-ലധികം സീറ്റുകളിലേക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തപ്പെടുന്നു. 7ഓ 8ഓ ജില്ലാ പഞ്ചായത്തുകൾ കരസ്ഥമാക്കുന്നു. 60-ലധികം സീറ്റുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് എത്തപ്പെടുന്നു. ഇങ്ങനെ വലിയ മുന്നേറ്റം നടത്തുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല നഗരസഭകളും കോർപ്പറേഷനുകളും 6 കോർപ്പറേഷനുകളിൽ 4 നേടിയെടുക്കുവാനും കഴിയുന്നു. ഇങ്ങനെ വലിയ മുന്നേറ്റം UDFന് ഇപ്പോൾ അതിനുശേഷം 2010 ശേഷം നേടിയെടുക്കാൻ കഴിഞ്ഞു. പല തർക്കങ്ങളും പലപ്പോഴും പാർട്ടിക്കകത്ത് പല പാർട്ടികൾക്കും ഉണ്ടാകും. ഈ VS പിണറായി തർക്കങ്ങൾ, BJPയുടെ മുന്നേറ്റങ്ങളും എല്ലാം കൂടി ഇടതിന് കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അന്ന് 2010 കുഞ്ഞാലിക്കുട്ടി അത് കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2015 കോൺഗ്രസുമായിട്ട് സൗഹൃദ മത്സരം ഒരുക്കിക്കൊണ്ട് ഇടതിന് കേരളത്തിൽ സ്ഥാനം നഷ്ടപ്പെടാതെ സഹായിച്ചു എന്നുള്ള വാർത്തകൾ കൂടി അന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ അന്ന് LDF 2016 ഭരണവും പിടിച്ചെടുത്തു. 2020 കോവിഡും അതിന്റെ പേരിലെ കിറ്റ് വിതരണവും പെൻഷനും പ്രളയവും എല്ലാം ചേർന്ന് LDF UDFനെ മലർത്തിയടിക്കുന്ന കാഴ്ച നമ്മൾ 2020 കണ്ടതുമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇലക്ഷൻ മാനേജ്മെന്റ് നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, UDF ഏകദേശം വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ പഞ്ചായത്തുകൾ, ഞാൻ അതാണ് പറഞ്ഞത്, 500-ലധികം പഞ്ചായത്തുകളിലേക്ക് അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. 70-75% പഞ്ചായത്തുകൾ പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം വളരെ കൃത്യമായി പറഞ്ഞതാണ്. 4 നഗരസഭകൾ ഞങ്ങൾ ഭരിക്കും, 70-80% വരുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് നാളിലെ പത്രപ്രസ്താവന സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല എന്ന് തന്നെയാണ്. അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള ഈ LDFനെ ബാധിക്കില്ല എന്നും കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്നുള്ള പ്രയോഗത്തിലുമൊക്കെ ആ നിരാശ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രകടമായതുമായിരുന്നു. അദ്ദേഹത്തിനെ അറിയാമായിരുന്നു ഇവിടെ നമ്മൾ തകർന്നു പോകുന്നത്. അദ്ദേഹത്തിനും അറിയാമല്ലോ, അദ്ദേഹം ഭരിക്കുന്നതാണല്ലോ. ആ ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. പെണ്ണു വിഷയത്തിൽ മുഖ്യമന്ത്രി അത്രയും താഴോട്ട് പോരുതായിരുന്നു എന്നാണ് ഇടത് അനുകൂലികൾ അടക്കം പറയുന്നത്. ചുറ്റിലും പെണ്ണു വിഷയക്കാരെ കൊണ്ട് നടന്നുകൊണ്ട് ദേശീയയുടെ ചാരിത്ര പ്രസംഗം പോലെയായി എന്നാണ് UDFകാർ തന്നെ അതിനെ അന്ന് ആരോപിച്ചത്. മലബാറിലെയും മധ്യകേരളത്തിലെയും മാപ്പിള സഖാക്കളിൽ 80% പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം LDF ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അതിനാൽ വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാരെ കളത്തിൽ ഇറക്കിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. അഴിമതിക്കാര്യത്തിൽ ജനം കല്ലെറിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ദാനി വരെ ആരാധിച്ചിരുന്ന തലസ്ഥാനത്തെ പ്രായം കുറഞ്ഞ മേയറെ കെട്ടിയോന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവരെയും മുൻനിർത്തിയില്ല എന്നതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. LDF ഇത്തവണ ഇലക്ഷൻ മാനേജ്മെന്റിൽ ഒട്ടേറെ പിറകിൽ പോയി എന്നതാണ് ഏറ്റവും വലിയ അണികളുടെ വേദന. അത് സോഷ്യൽ മീഡിയയിലായാലും ഹൈവേകളിലെ കട്ടൗട്ടുകളിലായാലും മുഴുവൻ പേജ് പരസ്യങ്ങളിലായാലും പിണറായിയുടെ തല വെച്ചുള്ള പ്രചാരണം വരെ അണികൾ മതിയാക്കിയിരുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥികൾ വ്യത്യസ്ത ചിഹ്നങ്ങളും നിറങ്ങളും ഉപയോഗിച്ചു എന്നതും കാണാതെ പോകരുത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടേറെ ചെറുപ്പക്കാരികളും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ റീൽസ് പോസ്റ്റ് ചെയ്യാൻ മാത്രമാകരുത് എന്നുള്ളത് കൂടി അതിന്റെ പ്രത്യേകതയായിരുന്നു. അങ്ങനെ വന്നാൽ ആര്യ രാജേന്ദ്രന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അവസ്ഥ നിങ്ങളെയും തേടി വന്നേക്കാം. ഇനി ഇതിൽ ജയിച്ചു എന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ആര്യ രാജേന്ദ്രനും ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായി സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളായിട്ട് തീർന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള റീൽസ് പോസ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടോ തരംതാണ് പോകരുത്. ജനങ്ങൾക്ക് ലേശമെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കണം. എന്നിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. കൂടാതെ ഇപ്പോഴത്തെ LDF ഉപദേശകർ എന്ന് സ്വയം വീമ്പിളക്കുന്ന മുൻ ചാനൽ മേധാവിയും ഇപ്പോഴത്തെ ചില ചാനൽ മേധാവികളും അവരെ ഒക്കെ ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള ഈ പെണ്ണ് കേസുകൾ
കേരളത്തിൽ കുത്തി നിറക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ശ്രമം നടത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് LDFനുള്ള പരാജയത്തിന്റെ ആദ്യത്തെ ആണിയായിരുന്നു. പല മാപ്രകളും പല മാധ്യമ പ്രവർത്തകരുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ അതിന്റെ ചാനൽ മേധാവികളും ഒക്കെ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ LDFനെ പരാജയത്തിലേക്ക് എറിഞ്ഞു എന്ന് തന്നെ പറയാം. ആദ്യം മെസ്സി വരുമെന്ന് പറഞ്ഞ് അത് തോൽപ്പിച്ചു. രണ്ടാമത് ദിലീപിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപ് തോൽപ്പിച്ചു. പെണ്ണ് കേസ് കൊണ്ടുവന്നു, അതിലും തോറ്റു. ഇനി അവരെ ഈ കേരള ജനതയും തോൽപ്പിക്കുമെന്നാണ് അയ്യപ്പന്റെ ഭാഷ്യം. ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണ്. ഇനി പെൻഷൻ പോലുള്ള മാജിക്കുകളിൽ വോട്ടർമാർ വഴുതി വീണുകൊണ്ട് LDFനെ വീണ്ടും സഹായിക്കുമോ? ഒരിക്കലും നമുക്കത് പറയാനാകുന്ന കാര്യമല്ല. തമിഴ്നാടും ബംഗാളും UPയും ഒക്കെ ജനങ്ങൾ ലേശം ബോധം വെച്ച് തുടങ്ങുമ്പോൾ ബോധമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളീയർ വീണ്ടും വീണ്ടും പടുകുഴിയിൽ വീഴുമോ എന്നാണ് ഓരോരുത്തരുടെയും ഭയമായിരുന്നത്. പക്ഷെ അതല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുകയാണ്. പെണ്ണ് കേസുകൾ കൊണ്ട് വോട്ട് തേടാമെന്ന പഴയ ഈ ഡബിൾ എഞ്ചിൻ തന്ത്രമുണ്ടല്ലോ, അത്തവണ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അയ്യപ്പന്റെ രൂപത്തിൽ കേരള ജനത ഇടതുപക്ഷത്തെ വീണ്ടും തോൽപ്പിക്കുമോ എന്ന് ഭയപ്പെടുകയാണ് പിണറായിയും CPM-ഉം. കാരണം ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്, UDFന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചിട്ടവട്ടത്തോടു കൂടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വളരെ നിശ്ചിതമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അവർ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഇത്തരത്തിലാണ് സമീപിക്കുന്നത് എങ്കിൽ പിണറായി ഭയപ്പെടേണ്ടി വരും, CPM ഭയപ്പെടേണ്ടി വരും.